ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ രമ്യ നിഖിൽ. നമ്മളിന്ന് ട്രിപ്പ് പോയതിൻ്റെ ചെറിയൊരു മിനി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്, പോകണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഓരോരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും മെയിലാണെന്ന് ഫ്രീ ആയത്. അപ്പം പല ഡേറ്റ്സുകൾ നോക്കിയിട്ട് ഡേറ്റുകളൊന്നും സെറ്റ് ആവുന്നില്ല. എല്ലാ ഡേറ്റിലും റിസോർട്ടുകളും അതുപോലെ ഇതുപോലത്തെ പ്രോപ്പർട്ടീസൊക്കെ ഫുള്ളി ബുക്ക്ഡാണ്. കുറേ നോക്കി നമ്മൾ. അങ്ങനെ ലാസ്റ്റ് നമുക്ക് കിട്ടിയ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ പാലായിലായിരുന്നു. നമ്മൾ ഇവിടുന്ന് നേരെ തറവാട്ടിൽ പോയിട്ട് അവിടെ നിന്ന് എല്ലാവരും കൂടെ ട്രാവലറിനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിവിടുന്ന് ഇറങ്ങാൻ പോവാണ്. നേരെ നമുക്ക് പാലയിലേക്ക് പോവാം. അപ്പോൾ പാല സെൻട്രൽ എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം നമ്മളൊരു 21 പേരുണ്ടായിരുന്നു, കുട്ടികളടക്കം 21 പേരോളം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു ഉച്ച 2 മണി 2:30 ആയ സമയത്ത് അവിടെ എത്തി. നല്ല ഭംഗിയുള്ള പ്രോപ്പർട്ടി കേട്ടോ, എന്ത് രസമാണ് കാണാനായിട്ട്. കയറി വരുമ്പോൾ തന്നെ നിറയെ പീസ് ലില്ലീസ് വെച്ചിട്ട് ഇങ്ങനെ വഴി മൊത്തം നട്ടുപിടിപ്പിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരുപാട് ചെടികൾ നട്ടുപിടിപ്പിച്ച് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് പൂള് തന്നെയാണ് കേട്ടോ. അതാണ് എല്ലാവരും ഈ പൂളിന് ചുറ്റും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ നമ്മൾ ഇറങ്ങി തകർക്കാനുള്ള നമ്മുടെ ഗ്രൗണ്ട് അല്ലേ, അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ എല്ലാം സാധനങ്ങളൊക്കെ ഇറക്കി എല്ലാം സെറ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ ഫുൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല, ശരിക്കും ഒരു പഴയ ക്രിസ്ത്യൻ തറവാടുകളൊക്കെ ഇല്ലേ, ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ അകം ഒക്കെ എല്ലാം ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. നല്ല വലിയൊരു ഹാളും 4 ബെഡ്റൂം, പിന്നെ ഒരു എന്താ പറയുക സിറ്റ് ഔട്ട്, 2 സിറ്റ് ഔട്ട് ഫ്രണ്ടിലും ബാക്കിലും. ഇതാണ് നമ്മുടെ കെയർ ടേക്കർ അങ്കിൾ കേട്ടോ. അപ്പോൾ ആ അങ്കിള് നമ്മൾ വന്നപ്പോൾ താക്കോലും കാര്യങ്ങളൊക്കെ തന്നിട്ട് ഇങ്ങനെ എല്ലാം പറഞ്ഞൊക്കെ തന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ പോയി അങ്കിള്. അപ്പം നമ്മുടെ വീടിനെ പറ്റി പറയുമ്പോൾ ഇതാണ് പൂളിനോട് ചേർന്ന് തന്നെ ഒരു സിറ്റ് ഔട്ട് ഉണ്ട്. അപ്പുറത്തെ വശത്തും ഒരു എൻട്രൻസ് ഉണ്ട്, അവിടെയും ഒരു സിറ്റ് ഔട്ട് ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ചെടികളുണ്ടോ, ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ക്ലൈമറ്റ് ആണെങ്കിലും ചൂട് ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം ഒരു കുറേ ചെടികളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം, മേ ബി ചുറ്റും ചെടികളാണ്. ഈ ചെടി കണ്ടോ, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ചെടി നല്ല രസമുണ്ട്. നമ്മുടെ ആ ഒരു എൻട്രൻസ്, അതായത് ബാക്ക് എൻട്രൻസിൻ്റെ അവിടെ തന്നെയാണ് ഈ ഒരു ഡൈനിങ് പോലെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഔട്ട് ഹൗസ് പോലെ ഉണ്ട്. അവിടെ ഇതുപോലെ ഒരു കിച്ചണും ഒരു കൗണ്ടറും പിന്നെ കുറച്ചൊരു ഏരിയ ഉണ്ട് നമുക്ക്, ഔട്ട് ഹൗസ് ഏരിയ. ഇത് ബാക്കിലത്തെ പോർഷനിലുള്ള സിറ്റ് ഔട്ടാണ് കേട്ടോ. ഇവിടെ നോക്കിയാൽ നമുക്ക് നേരെ പൂളിലേക്കാണ് നമുക്ക് എന്താ പറയുക, ലുക്ക് പോകുന്നത് പൂളിലേക്കാണ്. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറുവാണ്. അതെ കണ്ടു, ഞാൻ പറഞ്ഞേ, പഴയ പുരാതനമായ ക്രിസ്ത്യൻ തറവാടുകളിലെ പോലെയാണ് ഇൻറ്റീരിയർ ഫുള്ള് ചെയ്തിട്ടുള്ളത്. മരത്തിൻ്റെ ഇൻറ്റീരിയേഴ്സാണ് കൂടുതലും. അതായത് മരത്തിൻ്റെ സോഫ സെറ്റി കാര്യങ്ങൾ, പിന്നെ കട്ടിലൊക്കെ മരത്തിൻ്റെ ആയിരുന്നു കേട്ടോ. ഇവിടെ കുറേ എന്തൊക്കെയോ ബുക്കുകളും ഒക്കെ വെച്ചിട്ടുണ്ട് ആ ഷെൽഫിൽ. കുറേ എന്താ പറയുക, ഈ ഇതില്ലേ പ്രൈസ്, അതായത് അവാർഡിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് കുറേ. ഫുള്ള് മൊസൈക്കാണ്. പണ്ടത്തെ വീടുകളിലൊക്കെ ഓർക്കണില്ലേ, മൊസൈക്കാണ് മെയിനായിട്ട്. ടൈല് ഇപ്പോൾ പ്രഗത്ഭനായതുപോലെ അന്നത്തെ കാലത്ത് പ്രഗത്ഭനായിരുന്നു മൊസൈക്ക്. അപ്പം മൊസൈക്ക് വെച്ചിട്ടുള്ളായിരുന്നു. ഇതാണ് നെക്സ്റ്റ് നമ്മളുടെ, അതായത് മെയിൻ എൻട്രൻസിൽ കയറി വരുമ്പോഴുള്ള ഒരു സിറ്റ് ഔട്ട് പോർഷനാണ്. ഇവിടെ നിറച്ച് ചെടികളാട്ടോ, നല്ല ഭംഗിയിൽ ചെടി നല്ല അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ സിറ്റ് ഔട്ടിലിരിക്കാൻ നല്ല രസമാണ്. മോർണിംഗ് വ്യൂ അടിപൊളിയാണ് ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഞങ്ങൾ ഫുള്ള് വീടൊക്കെ ഒന്ന് ചുറ്റിക്കാണുകയാണ്. ഇതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ, ക്യാറ്റ്സ് ക്ലോയുടെ തന്നെ വേറെ ഒരു ടൈപ്പ് ക്രീപ്പർ നല്ല ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് നല്ല രസമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കണ്ടോ, ഇതാണ് ഞാൻ പറയുന്നത്, നല്ല ഫോട്ടോ സ്പോട്ടാണ്. ഈ വീടിൻ്റെ ഏതൊരു ഏരിയയിൽ പോയി നിന്നാലും അടിപൊളി ഫോട്ടോ സ്പോട്ടാണ് കേട്ടോ. എവിടെ നിന്നും നല്ല ഭംഗിയുള്ള ഫോട്ടോസ് എടുക്കാം. കയറി വരുമ്പോൾ തന്നെ പീസ് ലില്ലി അവിടെ ഇങ്ങനെ നട്ട് വളർത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം സെറ്റായി എല്ലാവരും പൂളിലേക്ക് ചാടി ഇറങ്ങി. കുട്ടികളാണ് ഫസ്റ്റ് പൂളിലേക്ക് ഇറങ്ങിയത്. അവരാദ്യമേ തന്നെ പൂളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു. വന്ന വഴി തന്നെ എല്ലാവരും ഡ്രസ്സ് മാറി സ്വിമ്മിങ് ഡ്രസ്സ് എടുത്തിട്ടിട്ട് നേരെ പോയത് പൂളിലേക്കാണ്. അങ്ങനെ ഞങ്ങളും അവസാനം പൂളിലേക്ക് ഇറങ്ങി. ഞങ്ങൾ മാത്രമല്ല, മാമനും ചിറ്റയും മറ്റേ എന്താ പറയുക ആൻറ്റിമാരും എല്ലാവരും ഞങ്ങൾ പൂളിൽ ഇറക്കി കേട്ടോ. എല്ലാവരും ഇല്ല ഞങ്ങളില്ല, വേണ്ട എന്നൊക്കെ പറഞ്ഞ് മടിഞ്ഞിരുന്നു. പക്ഷേ അവർക്ക് ഇറങ്ങണമെന്നുള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. വേണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഞങ്ങളെല്ലാവരും അവരെ പൂളിലിറക്കി. കുറച്ച് നേരം അവർ പൂളിലൊക്കെ നിന്ന് അവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾ ഏകദേശം ഒരു 2:45
2:45 കഴിഞ്ഞപ്പോൾ അവിടെ എത്തിയതാണ്. ഞങ്ങളൊരു 3 മണി 3:15 തൊട്ട് ഫുള്ള് പൂളിൽ തന്നെയായിരുന്നു. പൂളിൽ പല അഭ്യാസങ്ങളായിരുന്നു. ഡാൻസ് കളിക്കുന്നു, പൂളിൽ മറ്റേ ശവം പോലെ പൊങ്ങിക്കിടക്കുന്നു, നീന്താൻ പഠിക്കുന്നു, വെള്ളത്തിൽ മുങ്ങുന്നു, വെള്ളം കുടിക്കുന്നു, അങ്ങനെ അങ്ങനെ പല പല കലാപരിപാടികളായിരുന്നു വെള്ളത്തിൽ. വെള്ളം കണ്ടാൽ അറിയാലോ, ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര. അപ്പം വെള്ളം കണ്ടാൽ മാത്രമാണ് നിൽക്കുള്ളൂ. വെള്ളം കണ്ട് നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, പിന്നെ ബീച്ചിൽ ഇറങ്ങാനായിട്ട് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഡ്രസ്സ് നനയും, എൻ്റെ പാൻറ് നനയും, അയ്യോ വേണ്ട. ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ കയറ്റാനാ ബുദ്ധിമുട്ട്. അപ്പം അങ്ങനെ എല്ലാവരും കിടന്ന് തകർക്കുവാണ് അവിടെ. കേശു ആണെങ്കിൽ ഇപ്രാവശ്യം സ്വിമ്മിങ് ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. വെക്കേഷൻ ബാച്ചിൻ്റെ സ്വിമ്മിങ് ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ഇതുപോലെ തന്നെ കുറേ അഭ്യാസങ്ങളായിരുന്നു. വെള്ളത്തിൽ ചാടുന്നു, മറിയുന്നു, മുങ്ങാങ്കുഴിയിടുന്നു, അങ്ങനെ അങ്ങനെ പല പല അഭ്യാസങ്ങളായിരുന്നു. തമ്പൂട്ടനെ ഞങ്ങൾ വെള്ളത്തിൽ ഇറക്കിയായിരുന്നു കേട്ടോ. അവൻ സ്ഥിരം വെള്ളത്തിൽ തന്നെയായിരുന്നു. വെള്ളത്തിൽ ഇറക്കുന്നു, തിരിച്ചവനെ കയറ്റും, പിന്നെ അടുത്ത ആൾ വരുമ്പോൾ അവനെ പിന്നെയും വെള്ളത്തിൽ ഇറക്കും, പിന്നെയും അവനെ തിരിച്ചു കയറ്റും, അങ്ങനെയായിരുന്നു ഫുള്ള്. തമ്പുവിന് ഭയങ്കര ഇഷ്ടമായി വെള്ളത്തിൽ. നല്ല രസം. അവന് കാല് അവന് എന്താ പറയുക, ആ ഒരു റിങ്ങിൽ ഇരുന്നിട്ട് ഇങ്ങനെ കാലിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തമ്പൂട്ടൻ. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഇപ്പം എന്നെ കിച്ചുവും അതുപോലെ കേശൂട്ടനും ജിങ്കി ഇവരെല്ലാവരും കൂടെ എന്നെ മുങ്ങി കിടക്കാനും, അതായത് ഇങ്ങനെ ശ്വാസം ഇതാക്കിയിട്ട് ബ്രീത്ത് പിടിച്ചിട്ട് ഇങ്ങനെ തടി പോലെ പൊങ്ങി കിടക്കില്ലേ, അങ്ങനെ കിടക്കാനും പിന്നെ ഫ്ലോട്ട് ചെയ്ത് കിടക്കാനും ഒക്കെ പഠിപ്പിച്ചു. അങ്ങനെ ഫുൾ തകർക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഒരു 7:30 ആയപ്പോഴത്തേക്കും കയറി. ഞങ്ങൾ ഗേൾസ് എല്ലാവരും ഒരു 7:30 ആയപ്പോൾ കയറി, കുട്ടികളൊക്കെ കയറിയിട്ടോ. ഇവന്മാരപ്പോഴും കയറിയിട്ടില്ല. ഇവന്മാരവിടെ വെള്ളത്തിൽ പിന്നെയും തകർത്തോണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 12:30 ഏകദേശം ഒരു 12:30 മണി വരെ ഇവന്മാർ വെള്ളത്തിലുണ്ടായിരുന്നു ഫുള്ള്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെള്ളത്തിൽ നിന്ന് കയറി വരും, പിന്നെ ഫുഡ് കഴിക്കൽ, പിന്നെ എന്താ പറയുക, ക്യാമ്പ് ഫയർ ഇല്ലായിരുന്നു, പക്ഷെ അതിനൊരു ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് അങ്ങനത്തെ ഫുള്ള് പരിപാടികളായിരുന്നു. പിന്നെ നമ്മൾ ഇവിടുന്ന് ഫുഡ് കുക്ക് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ചിക്കനാണ് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടി എല്ലാവരും എന്താ പറയുക, കിച്ചണിൽ ഇങ്ങനെ എല്ലാവരും റെഡിയായി നിൽക്കുവാണ്. ഓരോരുത്തർ ഓരോന്ന് ചെയ്യണം കേട്ടോ. സാലഡ് ഉണ്ടാക്കുന്നു, നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നു, ചപ്പാത്തി ഉണ്ടാക്കുന്നു, ഓംലെറ്റ് ഉണ്ടാക്കുന്നു, അങ്ങനെ അങ്ങനെ പല പല പരിപാടികളായിരുന്നു ഓരോരോ സൈഡിലായിട്ട്. അങ്ങനെ കുട്ടികൾക്കൊക്കെ ആദ്യമേ തന്നെ കൊടുത്തു. നമ്മൾ ഈ പറഞ്ഞ പോലെ ഡാൻസ് കളിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, അങ്ങനെ ഓരോ പരിപാടികൾ. നല്ല രസമായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. കഴിഞ്ഞ തവണ ആക്ച്വലി ഇവിടെ ഇങ്ങനെ ഫാമിലി ആയിട്ട് പോയപ്പം കൈനഗിരിയിലാണ് പോയത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് പോകാൻ പറ്റില്ല. എനിക്ക് അന്ന് ഡൽഹി ട്രിപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്കന്ന് പോകാൻ പറ്റിയില്ലായിരുന്നു. അപ്പം ഞാൻ ഈ തവണയാണ് ട്രിപ്പിന് വരുന്നത്. സോ അതിന് മുന്നേ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഉറുമ്പിക്കര എന്ന് പറഞ്ഞിട്ട് ഒരു സ്പോട്ടിലാണ്. തേക്കടി എവിടെയാണെന്ന് തോന്നുന്നു അല്ലേ, അവിടെ എവിടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു 1 ഇയർ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഞാൻ വരുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും അടിപൊളിയായിരുന്നു. പക്ഷേ ട്രിപ്പ് അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും ഒരേ വൈബിൽ നന്നായിട്ട് എൻജോയ് ചെയ്തു. അതിനുശേഷം പിന്നെ നമ്മുടെ രേഷ്മയും കിച്ചുപ്പനും കൂടെ പാട്ടൊക്കെ പാടി, പിന്നെ ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ചു. പാട്ടൊക്കെ വെച്ചിട്ട് പിള്ളേരടക്കം എല്ലാവരും തകർത്ത് ഡാൻസായിരുന്നു. ഭയങ്കര ഡാൻസായിരുന്നു, അടിപൊളിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ മഴയും കൂടെ പെയ്യുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും ഇത് ഔട്ട് ഹൗസ് ഏരിയ ആണ് ഈ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കുമ്പം പുറത്തുനിന്ന് കാറ്റും ചെറിയ മഴയും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവന്മാർ ആ മഴയത്ത് പൂളിലിറങ്ങി. പിന്നെ അങ്ങനെ മൊത്തത്തിൽ അടിപൊളി വൈബായിരുന്നു. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഏകദേശം 12:30 ആയപ്പോൾ എല്ലാവരും പതുക്കെ 12:30 1 മണിയൊക്കെ ആയപ്പോൾ എല്ലാവരും പതുക്കെ കിടന്നൊക്കെ തുടങ്ങി. ഞങ്ങൾ കുറച്ചൊരു വർത്തമാനം പറഞ്ഞൊക്കെ ഇരുന്നേ. വെളുപ്പിനെ ഞങ്ങൾ ഉറങ്ങി കേട്ടോ. അങ്ങനെ എണീറ്റ പടിയെ നേരെ പോയിട്ട് തമ്പുക്കുട്ടനെ എണീപ്പിച്ച്, തമ്പുക്കുട്ടനെ ഓൾറെഡി എണീറ്റ് കിടക്കുമായിരുന്നു, തമ്പുവിനെ എണീപ്പിച്ചു. പിന്നെ അതേ നേരെ ഹോളിലേക്ക് ഞങ്ങൾ ഇവിടെയാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ബെഡ് ഇങ്ങനെ നിരത്തിയിട്ടിട്ട് ബെഡിൽ ഇങ്ങനെ അങ്ങനെ കുട്ടികളും വലിയവരൊക്കെ അങ്ങനെ കിടന്നിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ കുറച്ച് നേരം എല്ലാവരും കൂടെ ബെഡിലിരുന്ന് സംസാരിച്ച് കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ്, പ്രത്യേകിച്ച് പണിയൊന്നുമില്ലോ, നമുക്കിനി ഒരു 11 മണിക്ക് ചെക്കൗട്ട് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് ഫ്രഷപ്പായി ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെഡി ആവണം. അപ്പോൾ അതെ അവിടെ ഉണ്ടായിരുന്ന ഒരു മറ്റേ കസേര കേട്ടോ, മറ്റേ കാർന്നോർ കസേര. അപ്പോൾ അതിൽ കിടക്കുമ്പോൾ ചിറ്റനെ കളിയാക്കണേണ്. അത് കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് പോകുമ്പോൾ അതേ ഗോപിയാമനും രാജുവാമനും ദിലീപേട്ടനും കൂടെ അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ രാവിലെ ഇങ്ങനെ കുറേ സംസാരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ രാഷ്ട്രീയം, അതായത് ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി, അങ്ങനത്തെ സംസാരങ്ങളൊക്കെയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ നേരെ പോയിട്ട് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പിന്നെയും ഇവിടുന്ന് എണീറ്റിട്ടില്ല, എല്ലാവരും പിന്നെയും കിടക്കുക കേട്ടോ. അങ്ങനെ കുറേ നേരം കൂടെ വർത്തമാനം പറഞ്ഞിരുന്നു. നമ്മൾ പിള്ളേരുടെ കളിയൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. പിള്ളേർ തമ്പുവിനെ കളിപ്പിക്കണു, തമ്പു കിച്ചപ്പനെ എണീപ്പിക്കാൻ നോക്കണു, അങ്ങനെ 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 കുറേ ഇത്. അതിൻ്റെ ഇടയിൽ എല്ലാവർക്കും കട്ടൻ കാപ്പി കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോയ്സ് ആയിരുന്നു കൂടുതലും കിച്ചണിൽ ഉണ്ടായിരുന്നത്.
വൈകുന്നേരം ചെന്നപ്പോഴാണെങ്കിലും നമുക്ക് ചായയും മുട്ട പുഴുങ്ങിയതും ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്തൊക്കെ കൊണ്ടുവന്ന് തന്നു. അങ്ങനെ അവരായിരുന്നു കൂടുതലും കൈകാര്യം ചെയ്തിരുന്നത്. അങ്ങനെ ആ ഒരു ദിവസം പോയി. നമുക്ക് ഇനിയിപ്പോൾ ഇന്ന് തിരിച്ച് വെക്കേറ്റ് ചെയ്ത് പോകണമല്ലോ, അതിൻ്റെ വിഷമത്തിലാണ് എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത്. ഒട്ടും മതിയാവാത്ത പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. ഒരു ദിവസം കൂടെ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഒന്ന് എൻജോയ് ചെയ്യാമായിരുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ ആയിരുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ സിറ്റ് ഔട്ടിലെ മോർണിംഗ് വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അടിപൊളിയാട്ടോ, നല്ല രസമാണ് അവിടെ ഇരിക്കാനായിട്ട്. നമ്മളുടെ ഈ നാട്ടുപ്രദേശത്തെ പോലെ തന്നെ കിളികളുടെ ഒച്ചയൊക്കെ കേൾക്കും, ചെറിയ കാറ്റും, നല്ല കാമായിട്ടുള്ള സ്ഥലമാണ്. ചുറ്റും പുറം നിറച്ചും ചെടികളായത് റബ്ബർ, റംബുട്ടാൻ, ജാതി, അങ്ങനെ കുറേ ചെടികളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അത്യാവശ്യം തണുപ്പുള്ള ഏരിയ ആയിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഇതേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വന്നു. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവർ തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നത് അപ്പവും മുട്ടക്കറിയും, പിന്നെ ബ്രെഡ്, ജാം, ബട്ടർ, പിന്നെ ഫ്രൂട്ട്സ്, ചായ വേണ്ടവർക്ക് ചായ, കാപ്പി വേണ്ടവർക്ക് കാപ്പി, അങ്ങനെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മൾ കഴിച്ചു. അപ്പോൾ കുട്ടികൾ പിന്നെയും പൂളിൽ ഇറങ്ങി കേട്ടോ. കുട്ടികൾക്ക് രാവിലെ എണീറ്റപ്പോൾ തന്നെ ഇന്ന് ഞങ്ങൾ പൂളിലിറങ്ങും എന്ന് പറഞ്ഞിട്ടാണ് അവർ എണീറ്റത് തന്നെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിള്ളേരെയൊക്കെ എടുത്ത് അവരെയൊക്കെ പിന്നെയും റെഡിയാക്കി പാക്ക് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. 11 മണിക്ക് നമുക്ക് ചെക്കൗട്ടാണ്. അപ്പോൾ എല്ലാവരും ഏകദേശം റെഡിയായി പുറത്തിറങ്ങി നിന്നിട്ട് ഇനി നമുക്കിനി അടുത്ത വർഷം വരാം, അല്ലെങ്കിൽ ഇനി ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ നമുക്കിനി വരാം എന്നുള്ള രീതിയിൽ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് എല്ലാം പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നമ്മളങ്ങനെ എല്ലാം സെറ്റായിരിക്കുകയാണ്. എന്തായാലും അടിപൊളി ട്രിപ്പായിരുന്നു. നല്ല പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു 20 പേർക്ക് ഫ്രണ്ട്സായിട്ടോ ഫാമിലി ആയിട്ടൊക്കെ ഒരു 20 പേർക്കൊക്കെ വരാൻ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടി ആട്ടോ. മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്കൊരു ഔട്ട് ഹൗസ് പോലെ ഉണ്ട്, പൂളുണ്ട്, പിന്നെ വീടും നമുക്ക് അടിപൊളിയാണ്. നല്ലതായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്രോപ്പർട്ടി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ പാലായിലുള്ളവർ തന്നെയാണെങ്കിൽ പാലാ സെൻട്രൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് നോക്കാം. ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസും കോൺടാക്റ്റ് ഒക്കെ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും നേരെ വണ്ടിയിലേക്ക് കയറിപ്പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്ത്, ബോയ്സ് മാത്രമുള്ള ഫോട്ടോസിന് കുറേ റീൽസൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു അധ്യായം കഴിയാണ്. ഇനി നമുക്ക് നേരെ വീട്ടിൽ പോകുന്ന വഴിക്കാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. ഇവിടെ നിന്ന് ഏകദേശം ഒരു 2-2.25 മണിക്കൂറിൻ്റെ ട്രാവൽ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളെന്തായാലും ഓൾമോസ്റ്റ് മിക്കവരും നമുക്ക് കൂടെ ഉള്ളതുകൊണ്ട് തന്നെ വീട്ടിൽ ചെന്നിട്ട് പിന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കാനുള്ള ഗ്യാപ്പ് ഇല്ലല്ലോ. സോ നമ്മൾ പോകുന്ന വഴി തന്നെ ഫുഡ് കഴിച്ചിട്ട് പോകാം എന്നുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. അങ്ങനെ എല്ലാം ആർക്കും പോകാനുള്ള മനസ്സില്ല, എല്ലാവരും അവിടെ ഇവിടെ തൂങ്ങി നിൽക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം പെറുക്കിയൊക്കെ വെച്ചിട്ട് നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നമ്മുടെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പം അടുത്ത